ഒമാനിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. നിസ്വ എന്ന പ്രദേശത്തെ ഒരു ഹെറിറ്റേജ് വില്ലേജിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. മണ്ണുകൊണ്ടുള്ള ഒരു പുരാതന പട്ടണം, ഒരു വലിയ ഗ്രാമമെന്നും പറയാം. സുവൈക്ക് ഹെറിറ്റേജ് വില്ലേജ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. മൺവീടുകൾ, 2, 3, 4 നില വരെ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങൾ, കുഴമണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. അതിൽ ജാലകങ്ങളും വാതിലുകളും പടവുകളുമെല്ലാം മണ്ണിൽ പുല്ലും ഇലകളും ചേർത്ത് കുഴച്ചുണ്ടാക്കിയ മിശ്രിതമാണ് ഈ ചുവരുകളുടെ ഒക്കെ നിർമ്മാണ വസ്തു. മൺകട്ടകളും മരത്തടികളുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പലതിൻ്റെയും ഉൾഭാഗം പല മുറികളായി തിരിച്ചിരിക്കുന്നതും മറ്റും മുകളിലേക്കുള്ള ഗോവണിയും വാതിലുകളുമൊക്കെ കാണാം. ഇതിനകത്തൊരു സംസ്കാരമുണ്ടായിരുന്നു, ജീവിതങ്ങളുണ്ടായിരുന്നു. ഇന്നിത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പണ്ട് അറബി നാടുകളിൽ മനുഷ്യർ ജീവിച്ചിരുന്നത് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളിലാണ്. ചൂടിനെയും പ്രകൃതിയുടെ കാഠിന്യത്തെയുമൊക്കെ അതിജീവിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ പാർപ്പിട സംവിധാനങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെയായിരുന്നു അറബി നാട്ടിലെ മനുഷ്യരുടെ ജീവിതം. ചുട്ടുപൊള്ളുന്ന വെയിലിനെ അതിജീവിക്കാൻ മണ്ണുകൊണ്ട് വീട് പണിതു. ഇതിനകത്ത് എത്രയോ തലമുറകൾ ജനിച്ച് കടന്നുപോയി. നമ്മുടെ മലബാറിലേക്കൊക്കെ കടന്നുവന്ന അറബികളിൽ വലിയൊരു ശതമാനവും ഇത്തരം മൺവീടുകളിൽ വസിച്ചിരുന്നവരാണ്. അവർ ഒട്ടകപ്പുറത്ത് കടൽ തീരത്തേക്കും പിന്നെ പായ്വഞ്ചികളിലും ഉരുക്കളിലും മലബാർ തീരത്തേക്കും വന്നവരായിരുന്നു. 1950-കൾ വരെയും ഒമാനികൾ വസിച്ചിരുന്നത് ഇത്തരം വീടുകളിലും സാഹചര്യങ്ങളിലുമാണ്. അറബി നാടുകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഒമാൻ. സുൽത്താൻമാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നെങ്കിലും അവരുടെ അധികാരം തീരപ്രദേശങ്ങളിലാണ് ഒതുങ്ങി നിന്നത്. നിസ്വ പോലുള്ള ഇത്തരം പ്രദേശങ്ങളുടെ ഭരണം ഗോത്ര നേതാക്കന്മാരുടെ കൈകളിലായിരുന്നു. കൃഷിയും ആടുവളർത്തലുമായിരുന്നു ഇവിടെയൊക്കെയുള്ള സാധാരണക്കാരുടെ ജീവിതമാർഗം. ഗോത്ര നിയമങ്ങൾക്കും ഇസ്ലാമിക തത്വങ്ങൾക്കും അനുസരിച്ച് ആളുകൾ ജീവിച്ചു പോന്നു. ഗ്രാമം കഴിയുന്നതോടുകൂടി ചുറ്റും പച്ചപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗ്രാമമുണ്ടായത് തന്നെ. ഈന്തപ്പനയാണ് പ്രധാന കൃഷി. തഴച്ചു വളരുന്ന പനകളിൽ ഈന്തപ്പഴം വിളഞ്ഞു നിൽക്കുന്നു. എല്ലാ തൊടികളിലും നല്ല പച്ചപ്പാണ്. നല്ല ജലലഭ്യത ഉള്ളതുകൊണ്ടാണ് അത്. കാറിൽ കയറി. ഇവിടുത്തുകാരനായ യൂസഫ് വഹേബിയാണ് കാർ ഓടിക്കുന്നത്. സുഹൃത്ത് ഡോക്ടർ ഷാഫിയും വണ്ടിയിലുണ്ട്. യാത്ര തുടരുമ്പോൾ വഴിയുടെ 2 വശവും പനത്തോട്ടങ്ങളാണ്. ഈന്തപ്പനയിൽ നിന്ന് നല്ല വരുമാനം കർഷകർക്കുണ്ടാവുന്നുണ്ട്. ഒരു ഈന്തപ്പനയിൽ നിന്ന് 50 മുതൽ 100 കിലോ വരെ ഈന്തപ്പഴം ഒരു വർഷം ലഭിക്കുമെന്നാണ് കണക്ക്. 1 കിലോ സാധാരണ ഈന്തപ്പഴത്തിന് ശരാശരി 1 ഒമാനി റിയാലാണ് ഇവിടുത്തെ വില. നമ്മുടെ 228 രൂപയ്ക്ക് തുല്യം. ഖലാസ്, ഫർദ, ഖുനൈസി തുടങ്ങിയ മുന്തിയ ഇനങ്ങൾക്ക് വില കൂടും. കിലോഗ്രാമിന് 750 രൂപ വരെ ഇവിടെ വിലയുള്ള ഈന്തപ്പഴമുണ്ട്. ഞങ്ങൾ വീണ്ടും നഗരത്തിലേക്ക് പോകുമ്പോൾ ഒരു വാദിയെ ക്രോസ് ചെയ്യുന്നു. മഴക്കാലത്ത് മാത്രം വെള്ളമൊഴുകുന്ന നദികളാണ് വാദികൾ. മരുഭൂമിയിലെ നദി അങ്ങനെയാണ്. വേനൽക്കാലത്ത് വെള്ളമുണ്ടാവില്ല. എന്നാൽ ചില വാദികളിൽ വേനൽക്കാലത്തും അല്പം ജലാംശം തങ്ങി നിൽക്കും. അവിടമാണ് മരുപ്പച്ചകൾ. മഴക്കാലത്ത് വലിയ തോതിൽ വെള്ളം ഭൂമിയിലേക്ക് വലിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളാണത്. വാദിയുടെ തീരങ്ങളിലാണ് ദീർഘകാലം മുൻപ് തന്നെ ഗ്രാമങ്ങൾ രൂപം കൊണ്ടത്. മുൻപ് കണ്ട മൺവീടുകളുടെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഇപ്പോൾ ഓരോരോ മതിൽക്കെട്ടിനുള്ളിലെ ഒറ്റ വീടുകളിലേക്ക് മാറിയിരിക്കുന്നു. ഇതെല്ലാം പുതിയ കാലത്തെ വീടുകളാണ്. ഒരു ഗ്രാമത്തിൽ അടുത്തടുത്ത വീടുകളിൽ കഴിഞ്ഞിരുന്നവരൊക്കെ അവിടെ നിന്ന് കൂടുതൽ സൗകര്യങ്ങൾ തേടി ഇതുപോലുള്ള വലിയ ബംഗ്ലാവുകളിലേക്ക് മാറിയിരിക്കുന്നു. ഓരോ മതിലിനകത്തും ഓരോ ബംഗ്ലാവുകൾ. അങ്ങനെയാണ് ഇപ്പോൾ ജീവിതം. ഞങ്ങൾ നിസ്വ പട്ടണത്തിലേക്ക് തിരികെ എത്തി. നിസ്വ ഒരു പുരാനഗരമാണ്, ഒരു കോട്ടനഗരം. ആ കോട്ടനഗരത്തിലേക്ക് ഞങ്ങൾ കടന്നു. ഒരു കാലത്ത് ഒമാനിലെ തന്നെ മതത്തിന്റെയും കച്ചവടത്തിന്റെയും രാഷ്ട്രീയ ശക്തിയുടെയും കേന്ദ്രസ്ഥാനമായിരുന്നു ഈ നിസ്വ. ഒമാനിൽ ആദ്യം ഇസ്ലാം മതം വ്യാപകമായി പ്രചരിച്ചത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ പേൾ ഓഫ് ഇസ്ലാം എന്നൊരു വിശേഷണം തന്നെയുണ്ട് നിസ്വ നഗരത്തിന്. നിസ്വ കോട്ടയുടെ മുന്നിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. പല ഭാഗത്തായി അങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ് നിസ്വ കോട്ട. ഇടയ്ക്ക് ചില കാവൽ ഗോപുരങ്ങൾ. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ നവീകരിച്ചെടുത്തതാണ് ഈ കോട്ട. അവിടെ ഒരു മാർക്കറ്റുണ്ട്.
കരകൗശല വസ്തുക്കളാണ് കൂടുതലും വിൽപ്പനയ്ക്കുള്ളത്. വിൽപ്പനയ്ക്കുള്ള ഈ വസ്തു എന്താണെന്ന് ഞാൻ യൂസഫിനോട് ചോദിച്ചു. മീൻ പിടിക്കുന്ന ഒറ്റാൽ പോലെയുണ്ട്. കാര്യം യൂസഫ് വിവരിച്ചു. ഇതിന്റെ അടിയിൽ കുന്തിരിക്കം പുകയ്ക്കും, എന്നിട്ട് ഇതിന്റെ മുകളിൽ വസ്ത്രമിടും. വസ്ത്രത്തിന് സുഗന്ധം കിട്ടാൻ വേണ്ടിയാണത്. ഇങ്ങനെ ഒരു പാത്രം കൂടിയുണ്ട്. അതിലിട്ട് കുന്തിരിക്കം പുകച്ചിട്ട് ഒറ്റാൽ പോലുള്ളത് അതിനുമേൽ ഇങ്ങനെ വെക്കും. ഇതിന്റെ മേലാണ് വസ്ത്രമിടുക. പണ്ട് മുതൽ തുടർന്നു പോന്നിരുന്ന ചില വിദ്യകളാണ്. കനൽപാത്രം മണ്ണുകൊണ്ടും മുകളിൽ വയ്ക്കുന്ന കൂട് ഈന്തപ്പനയുടെ തണ്ടുകൊണ്ടും നാരുകൊണ്ടുമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് തോലുകൊണ്ടുള്ള ഒരു ജലസഞ്ചിയാണ്. ഒട്ടകപ്പുറത്ത് ദീർഘയാത്ര പോകുമ്പോൾ പണ്ട് ഇതിനകത്തായിരുന്നു വെള്ളം കൊണ്ടുപോയിരുന്നത്. പൂർണ്ണമായും തുകൽ കൊണ്ടുള്ള സഞ്ചി. വീടുകളിൽ വെള്ളം തണുപ്പോടെ വെച്ചിരുന്ന മൺകൂജകൾ. വെള്ളമെടുത്തിരുന്നതും സെർവ് ചെയ്തിരുന്നതുമൊക്കെ ഇത്തരം പാത്രങ്ങളിലായിരുന്നു. അതൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനുള്ള സുവനീറുകൾ കൂടിയാണ്. ഞങ്ങൾ നിസ്വ ഫോർട്ടിന്റെ പ്രധാന ഭാഗത്തേക്കെത്തി. വൃത്താകാരമുള്ള പ്രധാന ഭാഗം. അതിനകമൊക്കെ ഞാൻ പണ്ട് ചിത്രീകരിച്ചതാണ്. ഒമാന്റെ പുരാതന വാസ്തുവിദ്യയും സൈനികവും സാംസ്കാരികവുമായ പാരമ്പര്യവുമെല്ലാം പ്രതിഫലിക്കുന്ന ഒരു കോട്ട. ഒമാന്റെ ഭരണാധികാരികൾ ഇമാം സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന കാലത്ത് 17-ാം നൂറ്റാണ്ടിൽ ഇമാം ബിൻ സൈഫ് അൽ യാറൂബിയാണ് ഈ കോട്ട പണിതത്. ഒമാൻ ഇമാമേറ്റിന്റെ ശക്തി മറ്റുള്ളവരെ കാണിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇവിടെ ഇരുന്നാണ് ഇമാമുകൾ ദീർഘകാലം ഒമാനെ ഭരിച്ചതും. അതിനടുത്ത് തന്നെ കരകൗശലക്കാരുടെ വീടുകളും പാണ്ഡികശാലകളുമൊക്കെയുണ്ട്. ഒമാനി ക്രാഫ്റ്റ്സ്മാൻസ് ഓൾഡ് ഹൗസ് എന്നാണ് ഇതിന്റെ ബോർഡ്. പക്ഷേ അതൊക്കെ ടൂറിസ്റ്റ് സീസണിലാണ് സജീവമാവുക. ഞാൻ നിസ്വയുടെ ഓൾഡ് ടൗണിലൂടെ നടത്തം തുടർന്നു. ഓൾഡ് ടൗൺ ഇന്നൊരു ഹെറിറ്റേജ് സെന്ററാണ്. മുൻപ് കണ്ട ഗ്രാമം പോലെ മണ്ണുകൊണ്ട് പണിത കെട്ടിടങ്ങളുടെ പ്രദേശമായിരുന്നു ഇത്. മണ്ണ് ദ്രവിച്ചു തുടങ്ങിയതിനെയൊക്കെ ഇപ്പോൾ നവീകരിച്ച് ടൂറിസത്തിന്റെ പല കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഈ വലതുവശത്ത് കാണുന്നത് പോലെ ദ്രവിച്ചു തുടങ്ങിയ നിലയിലായിരുന്നു ഓൾഡ് ടൗണിലെ മുഴുവൻ മൺകെട്ടിടങ്ങളും. ഇത്തരം മൺവീടുകളെയൊക്കെ അപ്പുറം കാണുന്ന കെട്ടിടങ്ങളെപ്പോലെ സിമെന്റും മണ്ണും കൂട്ടിച്ചേർത്ത് നവീകരിക്കാനുള്ളതാണ്. ഇഹ്യ എന്നു പേരുള്ള ഇത് ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ്. പഴയ ഒരു വീടിനെ ഒരു കമ്പനി ഏറ്റെടുത്ത് നവീകരിച്ച് ഹോട്ടലാക്കി മാറ്റിയതാണ്. 2018 മുതൽ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണിത്. ഈ നാട്ടുകാർക്ക് ടൂറിസത്തിലൂടെ എങ്ങനെ വരുമാനമുണ്ടാക്കാമെന്നും അവരുടെ ഹെറിറ്റേജ് എങ്ങനെ സംരക്ഷിക്കാമെന്നും മാതൃക കാണിക്കാൻ വേണ്ടിയാണ് കമ്പനി അതിന് മുൻകൈയെടുത്തത്. അത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഇവിടെ ഇപ്പോൾ ഹോട്ടലും റെസ്റ്റോറന്റുകളുമൊക്കെയായി മാറിക്കഴിഞ്ഞു. ഡോക്ടർ ഷാഫിയും ഡോക്ടർ യൂസഫും എനിക്ക് വഴി കാണിച്ച് കൂടെയുണ്ട്. ഇലക്ട്രിക് വണ്ടികളാണ് തെരുവിലൂടെ പോകുന്നത്. അതേ ഇവിടെ അനുവദിക്കുകയുള്ളൂ. നിസ്വയുടെ ഓൾഡ് ടൗണിലൂടെ ഞാൻ നടത്തം തുടർന്നു. ആദ്യകാലത്ത് നിസ്വയിലെ പ്രമാണിമാരെല്ലാം വസിച്ചിരുന്നത് ഈ ടൗണിലാണ്. മതനേതാക്കളുടെയും സൈനിക മേധാവികളുടെയും വീടുകളും ഇവിടെ ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും കെട്ടിടങ്ങൾ അങ്ങനെ തകർന്നു തുടങ്ങിയിരിക്കുന്നു. ആ കെട്ടിടങ്ങളെ പുനഃസൃഷ്ടിക്കാൻ ഭരണകൂടം വലിയ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. ചിലയിടത്ത് കെട്ടിടം പണി നടക്കുന്നു. അത് വലിയൊരു പ്രോജക്റ്റായി ഏറ്റെടുത്ത് നടത്തുകയാണ് ഒമാൻ ഗവൺമെന്റ്. ബവാറഖ് നിസ്വ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്. ഓൾഡ് ടൗണിലൂടെ നടന്ന് ഞങ്ങൾ മടുത്തു. രാവിലെ തുടങ്ങിയ നടത്തമാണല്ലോ. കുറേ വെയിൽ കൊണ്ടു. നല്ല ചൂടുമാണ്. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അതിൽ കയറി ഓരോ നല്ല ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു ചെന്നു. യൂസഫിന് കാപ്പി മതി. ഡോക്ടർ ഷാഫിക്ക് ഐസ്ക്രീം. ഞാനൊരു ജ്യൂസും കഴിച്ചു. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വീണ്ടും നടത്തം തുടർന്നു. ഡോക്ടർ യൂസഫിന് ഏകദേശം വഴികളെല്ലാം അറിയാം. അദ്ദേഹം ഒരു ടൂർ ഗൈഡ് അല്ലാത്തതുകൊണ്ട് പലരോടും ചോദിച്ചൊക്കെയാണ് പോകുന്നത്. ഡോക്ടർ ഷാഫിയും ഡോക്ടർ യൂസഫും ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നവരാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഷാഫി ഡോക്ടർ യൂസഫിനെ ഒമാനിലൂടെയുള്ള ഈ പര്യടനത്തിന് കൂടെ വിളിച്ചത്.
അദ്ദേഹം ഒമാനി തന്നെയാണ്. ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം പരിചയമുള്ള ആളുമാണ്. കെട്ടിടങ്ങൾക്കിടയിലെ വളരെ ഇടുങ്ങിയ വഴി, അതിലൂടെ നടന്ന് ഞങ്ങൾ അലാഖർ വാൾ എന്ന മതിലിനടുത്തേക്കു കയറി. ഇവിടെയും കുറെ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുമൊക്കെയുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മോഡേൺ ഫെസിലിറ്റികളാണ്. ചരിത്രമുള്ളൊരു മതിലാണ്. അതിനു മുകളിലാണ് റെസ്റ്റോറന്റ് പണിതിരിക്കുന്നത്. ടൂറിസം കേന്ദ്രങ്ങൾ എങ്ങനെയായിരിക്കണം, പഴയതിനെ എങ്ങനെയൊക്കെ നവീകരിക്കാം എന്നതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അത് കേരളത്തിലുള്ളവർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചരിത്ര നഗരത്തിൽ പലതരം റെസ്റ്റോറന്റുകളും മറ്റും ചരിത്രത്തോടും പൗരാണികതയോടും നീതി പുലർത്തിക്കൊണ്ട് തന്നെ മോഡേണായി പണിതുവച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാം, വിശ്രമിക്കാം. ഞാൻ ആ മതിലിലേക്ക് ഇറങ്ങി. അലാഖർ വാൾ, പഴയ നഗരത്തിന്റെ മതിലായിരുന്നു ഇത്. അതിന്റെ ഒരു വശത്ത് കൃഷിയിടങ്ങളും മറുവശത്ത് നഗരവുമാണ്. നഗരമതിലിന് പുറത്ത് പനത്തോട്ടങ്ങളാണ്, മറുഭാഗത്ത് നഗരവും. 2024 ജനുവരിയിലാണ് നവീകരണം പൂർത്തിയാക്കിയ ഈ മതിൽ സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. മുൻപ് 1950 മീറ്റർ നീളമുള്ള നഗരമതിലായിരുന്നു ഇത്. അതിൽ 700 മീറ്ററാണ് നവീകരിച്ചെടുത്തത്. സ്റ്റീലും ചുടുകട്ടയും കല്ലും സിമന്റുമെല്ലാം ഇതിന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പല ഇടത്തെരുവുകളുണ്ട് ഓൾഡ് ടൗണിൽ. അതെല്ലാം ഇപ്പോൾ ടൂറിസത്തിനു വേണ്ടിയുള്ള കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. വലിയ പാർക്കിംഗ് ഏരിയ. നേരം ഉച്ചയായി. കൊടും ചൂടാണ്. വെയിലത്തുകൂടിയാണ് ഞങ്ങളുടെ നടത്തം. നടക്കുന്ന വേറെ അധികം ആളുകളെ ഈ തെരുവിലൊന്നും കാണുന്നില്ലെങ്കിലും ടൂറിസ്റ്റുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അവർക്കുള്ള കാർട്ടുകളാണ് ഈ വരുന്നത്. നിസ്വ ടൂറിസം കാർഡ്സ് എന്ന് ഇതറിയപ്പെടുന്നു. ഇലക്ട്രിക് കാർഡ്സ്, ബഗികൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള വാഹനം. അതിൽ വിദേശികളാണോ എന്ന് അറിയില്ല. അറബ് സ്വഭാവമുള്ള ആളുകളാണ്. അവർ കാഴ്ച കണ്ടും ചരിത്രം കേട്ടും പല കാർട്ടുകളിൽ അങ്ങനെ പോകുന്നു. കൂടുതലും മറ്റേതോ നാട്ടിൽ നിന്ന് വന്ന അറബികൾ തന്നെയാണ്. ഒരു ഭാഗത്ത് ഒരു സൂക്കുണ്ട്, ചന്ത. ഹാൻഡിക്രാഫ്റ്റ്സ് സൂക്കാണ് ഇവിടുത്തേത്. അതിനകത്തും ആളനക്കമൊക്കെയുണ്ട്. പക്ഷേ വലിയ തിരക്കില്ല. വിന്ററിലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നിറയെ ആളുകൾ ഉണ്ടാകുമായിരുന്നു. മൺപാത്രങ്ങളും ഭരണികളും കരകൗശല വസ്തുക്കളുമൊക്കെയാണ് പ്രധാനമായും വിൽക്കുന്നത്. ഈ മൺപാത്രമൊക്കെ ഇപ്പോൾ വീട്ടിൽ നിത്യോപയോഗത്തിനുള്ളതല്ല, വീടിനെ അലങ്കരിക്കാനുള്ളതാണ്. അത് ആകർഷകമായി അങ്ങനെ നിരത്തിവെച്ചിരിക്കുന്നു. മണ്ണുകൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ നിസ്വയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലുണ്ട്. ഒരു ഇൻഡോർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അവിടെയുമുണ്ട് കുറേയേറെ സ്റ്റാളുകൾ. പരമ്പരാഗത വീട്ടുപകരണങ്ങളും സുഗന്ധവസ്തുക്കളുമെല്ലാമുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്കുള്ളതാണോ അതോ നാട്ടുകാർക്കുള്ളതാണോ എന്ന് സംശയം തോന്നും. ശരിക്കും ഓൾഡ് സൂക്കിനകത്ത് നാട്ടുകാർക്കുള്ള ഭാഗമാണിത്. വീട്ടുപകരണങ്ങൾ, വീട്ടിലേക്കുള്ള അലങ്കാര വസ്തുക്കൾ, ആയുധങ്ങൾ എന്നിവയൊക്കെ അവിടെ കിട്ടും. ഞങ്ങൾ ഓൾഡ് ടൗണിന്റെ മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് നടന്നു. നിസ്വയോട് യാത്ര പറയേണ്ട സമയമായി. ഇതാണ് പാർക്കിംഗ് ഏരിയ. അവിടെ വണ്ടിയിട്ടിട്ടാണ് ഞങ്ങൾ നടന്നത്. വണ്ടിയിൽ കയറി നിസ്വ നഗരത്തോട് യാത്ര പറയുകയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള നിസ്വ നഗരം. അത് ആ പൗരാണിക ഭാവം കുറേയൊക്കെ നിലനിർത്തി പുനരുദ്ധരിച്ചിട്ടുണ്ടെങ്കിലും പഴമ നഷ്ടമായോ എന്ന് കെട്ടിടങ്ങൾ കാണുമ്പോൾ ഒരു തോന്നൽ വരും. എന്നാലും പഴയ നഗരത്തെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് ഫ്ളാറ്റുകൾ പണിതില്ല എന്നതാണ് ആശ്വാസം. നഗരത്തിന്റെ ചരിത്രം എന്നേക്കുമായി നിലനിർത്തിയിരിക്കുന്നു. ഡോക്ടർ യൂസഫാണ് ഒമാനിൽ വന്നതിന് ശേഷം വണ്ടി ഓടിക്കുന്നത്. ഡോക്ടർ ഷാഫിക്ക് സുഖമാണ്. പുറകിൽ അങ്ങനെ ഇരിക്കുക, നിർദ്ദേശങ്ങൾ തരിക, കമന്റ് അടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജോലികളേ ഉള്ളൂ. ദുബായിൽ നിന്ന് മസ്കറ്റ് വരെ ഡോക്ടർ ഷാഫിയാണ് കാർ ഓടിച്ചത്. നഗരമതിലിലെ നവീകരിക്കാത്ത ഭാഗങ്ങളാണിത്. ഞങ്ങൾ നിസ്വയുടെ പ്രാന്തഭാഗങ്ങളിലെത്തി. നഗരം അവസാനിക്കുന്ന ഭാഗമാണ്. ഇനി ഞങ്ങൾ സൂർ എന്ന പട്ടണത്തിലേക്കാണ് പോകുന്നത്. അറബിക്കടലിന്റെ തീരത്ത് ഒമാന്റെ തെക്കുഭാഗത്തുള്ളൊരു പട്ടണമാണ് സൂർ. നിസ്വയിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ പോകണം സൂറിലേക്ക്. അവിടേക്കുള്ള യാത്രയ്ക്കിടെ മറ്റു ചില കാഴ്ചകൾ കൂടി കാണണം. ഇത് നിസ്വ പട്ടണത്തിന്റെ പുതിയ ഭാഗങ്ങളാണ്. ഓൾഡ് ടൗണിൽ നിന്ന് കുറച്ചകലെ വരെ പുതിയ ഭാഗങ്ങൾ വളർന്നിരിക്കുന്നു.
റോഡിന്റെ രണ്ടു വശങ്ങളിലുമായി അതങ്ങനെ നീണ്ടുകിടക്കുകയാണ്. ഒമാനിലെ സാധാരണ ഒരു പട്ടണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. പുരാതന നഗരഭാഗങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെയും, പുതിയ നഗരഭാഗങ്ങളിൽ ഹോട്ടലുകളും പൊതുസ്ഥാപനങ്ങളും കൺവെൻഷൻ സെന്ററുകളും അപ്പാർട്ട്മെന്റുകളും ഓഫീസ് സമുച്ചയങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനു ചുറ്റും വരണ്ട മലനിരകളാണ്. ഒമാന്റെ ഉൾനാടൻ പട്ടണങ്ങൾ മിക്കതും ഇങ്ങനെയാണ്. നിസ്വയ്ക്കടുത്ത് തന്നെ കുറെ പർവ്വതമുടികളുണ്ട്. ജബൽ അക്തർ തുടങ്ങിയ പർവ്വതങ്ങൾ. ഞങ്ങൾ സൂറിലേക്ക് പോകാനുള്ള ഹൈവേയിലേക്ക് കയറി. നേരെ സൂറിലേക്കല്ല പോകുന്നത്. അതിനു മുൻപ് ഇവിടുത്തെ ഒരു ജലവിതരണ സംവിധാനം കാണാൻ പോവുകയാണ്. ഫലാജ് എന്നറിയപ്പെടുന്ന ഒമാന്റെ പരമ്പരാഗതമായ ജലവിതരണ സംവിധാനം. ഇപ്പോൾ ബിർക്കത്ത് അൽ മൗസ് എന്ന ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഫലാജ് സിസ്റ്റം എന്ന ട്രഡീഷണൽ ജലവിതരണ സംവിധാനമുള്ളത്. മലനിരകളിൽ നിന്ന് ഒഴുകിവരുന്ന നീർച്ചാലുകൾ പലതായി തിരിച്ചുവിട്ട് ജലം എല്ലാ കർഷകർക്കും തുല്യമായി വീതിച്ചു നൽകുന്ന ഒരു സംവിധാനമാണത്. ഇവിടുത്തെ ഫലാജ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. മലഞ്ചെരുവിൽ ഒരു കാസിൽ കാണാം, ബെയ്ത്ത് അർ റുദായത്ത് കാസിൽ. അവിടേക്ക് പിന്നീട് പോകാമെന്ന് തീരുമാനിച്ചു. ഫലാജ് എന്ന ജലവിതരണ സംവിധാനം കാണാൻ വേണ്ടിയാണല്ലോ ഇവിടെ നിർത്തിയിറങ്ങിയത്. ഇത് കാണുക, ഇവിടെ ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ട്. അത് അടുത്ത കാലത്ത് നവീകരിച്ചതാണ്. ആളുകൾക്ക് കാണാവുന്നതുപോലെ അതിന്റെ ഓരത്തുകൂടി നടക്കാം. കഴിഞ്ഞ ദിവസം മലമുകളിൽ എവിടെയോ മഴ പെയ്തതുകൊണ്ടാണ് കലക്കവെള്ളം വരുന്നതെന്ന് യൂസഫ് പറഞ്ഞു. അല്ലെങ്കിൽ തെളിഞ്ഞ വെള്ളമാണ് ഇതിലുണ്ടാവുക. ഇങ്ങനെ ഒഴുകിവരുന്ന നീർച്ചാലിനെ ഇവിടെ വെച്ച് ചെറിയ പല ചാലുകളായി തിരിക്കുന്നു. ഒരു ചാല് പണം നൽകി ഉപയോഗിക്കുന്നവർക്കുള്ളതാണ്. മറ്റൊരു ചാല് പൊതു ഉപയോഗത്തിനുള്ളതാണ്. ഒരു ചാല് കൃഷിക്കുള്ളതും. അങ്ങനെ പലതായി നീർച്ചാലിനെ വിഭജിക്കുകയാണ്. അത് മൂന്നു വഴിക്ക് തിരിഞ്ഞു പോകുന്നു. അതിനെയൊക്കെ വീണ്ടും വഴിതിരിച്ചുവിടാം. പൊതു ഉപയോഗത്തിനുള്ളതും കൃഷിക്കുള്ളതും ഒരു വഴിക്ക് തിരിയുന്നു. പണം കൊടുത്ത് ഉപയോഗിക്കാനുള്ളത് വലതുവശത്തേക്ക് തിരിയുന്നു. അങ്ങനെയൊക്കെയാണ് സംവിധാനം. 2500 വർഷം മുമ്പ് മുതൽ ഒമാനിൽ നിലനിന്നതാണ് ഫലാജ് സംവിധാനമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഫലാജ് ചാടിക്കടന്ന് ഒരു പയ്യൻ തലയിൽ കെട്ടും നീളൻ കുപ്പായവുമൊക്കെ ഇട്ട് വരുന്നു. അവൻ പേരൻസിന്റെ കൂടെ വന്നതാണ്. നല്ല വേനൽക്കാലമായതുകൊണ്ട് അവധിയാണിപ്പോൾ. കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അവന്റെ പേര് ബറാക്ക് എന്നാണെന്ന് പറഞ്ഞു. അൽ ബറാക്ക്. ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചു. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ നാട്ടിലെ പിള്ളേരുടെയും എല്ലാ കുസൃതിത്തരങ്ങളുമുള്ള പയ്യൻ. ചെറിയൊരു നാണമൊക്കെ ഉണ്ടവന്. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിലും അറബിയിലാണ് അവന്റെ പഠനം. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവി പല ചാലുകളായി താഴേക്കൊഴുകുന്നു. അതിനി ജനവാസയിടങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കുമെല്ലാം എത്തും. വെള്ളം അമൂല്യവസ്തുവായ മരുഭൂനാട്ടിൽ ഫലാജ് സമ്പ്രദായം പണ്ടുമുതലേ വളരെ പ്രാധാന്യത്തോടെയാണ് നടപ്പാക്കിയിരുന്നത്. കനാലുകളിലെ ജലം മോഷ്ടിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും കണ്ടെത്താൻ നിരീക്ഷണ ഗോപുരങ്ങൾ വരെ പണ്ട് ഈ സിസ്റ്റത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. ഇത് കാണാൻ വേറെ ആളുകളും വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിവിടം. ഇത്രയും കൊടും ചൂടിന്റെ സമയമാണെങ്കിലും കുറെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കുളിപ്പുരകളുണ്ട്. നമുക്ക് ഇതിനകത്ത് കയറി നിന്ന് കുളിക്കാം. താഴേക്കൂടി മുൻപ് കണ്ട അരുവി ഒഴുകിപ്പോകുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് വെള്ളം കോരി കുളിക്കാം. കുളിക്കുന്ന വെള്ളവും അതിലേക്ക് തന്നെ പോകും എന്നത് വേറെ കാര്യം. അതിങ്ങനെ നീണ്ട് നഗരത്തിന്റെ ഓരം ചേർന്ന് പോകുന്നു. ഇതിനകത്ത് ഇറങ്ങി നിന്ന് ആളുകൾ നിസ്കാരത്തിനു മുൻപ് ദേഹശുദ്ധി വരുത്തുന്നതൊക്കെ കാണാം. ഇടതുവശത്തുള്ളത് ഒരു പള്ളിയാണ്. പള്ളിയിൽ ഉച്ചപ്രാർത്ഥനയുടെ സമയമായിരിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ പള്ളി. അതിനകത്ത് ആളുകൾ കയറുന്നു, നിസ്കരിക്കുന്നു. ഞാൻ തിരികെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് നടന്നു. മുന്നിൽ കാണുന്നത് ബെയ്ത്ത് അർ റുദായത്ത് കാസിലാണ്. 17ാം നൂറ്റാണ്ടിൽ പണിത കോട്ടയാണ് ബെയ്ത്ത് അർ റുദായത്ത്. ഒമാൻ ഭരിച്ചിരുന്ന ഇമാം സുൽത്താൻ ബിൻ സൈഫ് ബിൻ മാലിക് അൽ യാറൂബിയുടെ കാലത്ത് പണിതതാണ് ഇത്. ഇതുവഴി ഒരു ട്രേഡ് റൂട്ട് നിലനിന്ന കാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ഈ കാസിലിന്. എന്നാൽ 19ാം നൂറ്റാണ്ടിൽ അത് തകർന്നു പോയിരുന്നു.
പുതിയ കാലത്ത് നവീകരിച്ച കാസിലിൽ ഇപ്പോൾ ഒമാനി പരമ്പരാഗത ആയുധങ്ങളുടെയും മറ്റും ഒരു പ്രദർശനശാലയുണ്ട്. ഇവിടെ നിന്ന് ആ റോഡിൽ നേരെ അങ്ങ് പോയാൽ ജബൽ അക്തർ എന്ന പർവ്വത മുകളിലേക്കെത്താം. അവിടെ ഗോത്രവർഗക്കാരൊക്കെ വസിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. ഇപ്പോൾ അവിടെ പോകാൻ പറ്റുന്നൊരു സമയമല്ലെന്ന് യൂസഫ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ബിർക്കത്ത് അൽ മൗസ് എന്ന പട്ടണമാണിത്. ബിർക്കത്ത് അൽ മൗസ് എന്നാൽ വാഴപ്പഴത്തിന്റെ കുളം എന്നാണർത്ഥം. ഇവിടെ ധാരാളം ജലലഭ്യതയുള്ളതിനാൽ പണ്ട് സമൃദ്ധമായി വാഴകൃഷി നടന്നിരുന്നു. അങ്ങനെയാണ് ബിർക്കത്ത് അൽ മൗസ് എന്ന പേര് വന്നത്. പണ്ടത്തെ വാണിജ്യപാതയിലെ ഒരു ഇടത്താവളമായിരുന്നു ഈ പട്ടണം. ഫലാജ് സിസ്റ്റം ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യുന്ന വാഴപ്പഴമായിരുന്നു പ്രധാനമായും കച്ചവടക്കാർ ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നത്. ഞങ്ങൾ യാത്ര തുടരുകയാണ്. സൂറിലേക്കുള്ള ദീർഘയാത്ര.